പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതി കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി മാർച്ചിൽ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടിയോ മറ്റ് ക്ലാസ്സുകളിലെ പ്രധാന പരീക്ഷയ്ക്ക് വേണ്ടിയോ തയ്യാറെടുക്കുന്നു. 2 ടെർമിനൽ പരീക്ഷകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളവിടെ പരീക്ഷയെക്കുറിച്ച് പറയേണ്ട ആവശ്യം അധികമില്ല. എന്നാലും ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കൂ. കേട്ടാൽ പോരാ, അത് പ്രായോഗികമാക്കണം. ഇനി വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വളരെ വ്യക്തമായ ഒരു ടൈം ടേബിളാണ്. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പാലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി അത് അതേപടി പാലിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ത്യാഗങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാവണം. അതായത് കുറച്ച് സുഖവും സന്തോഷമൊക്കെ മാറ്റിവെച്ചിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 2 മാസം അവധിക്കാലമല്ലേ. ആ 2 മാസം നിങ്ങൾക്ക് വളരെ ജോളിയായിട്ട് സുഖിച്ച് കളിച്ച് നടക്കാം. അപ്പൊ നിങ്ങൾക്ക് കളിച്ച് നടക്കാൻ 2 മാസത്തെ അവധി നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ 2-3 മാസം സുഖിച്ച് കളിച്ച് നടക്കാൻ കിട്ടാൻ പോകുന്ന നിങ്ങൾ ഈ ജനുവരി തൊട്ട് മാർച്ച് വരെ കളിച്ച് സമയം കളയണോ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ കൃത്യമായി പാലിക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 40 മിനിറ്റ് കൂടുതൽ തുടർച്ചയായിട്ട് പഠിക്കരുത്. 41-ാം മിനിറ്റ് തൊട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് 40 മിനിറ്റ് പോലും ഒരുപക്ഷെ അപ്രാപ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ധാരാളം എസ്സേകളാണ് ചോദിച്ചിരുന്നത്. അത് പരീക്ഷ സമയത്തും ഒരുപാട് നേരം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആൾക്കാർക്ക് എസ്സേ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. അന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് കഴിയുമായിരുന്നു. അതുകൊണ്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയി. എന്നാൽ കാലക്രമേണ TV, Facebook, Instagram ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് മാറിയ കുട്ടികൾക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതായിക്കൊണ്ടിരിക്കും. ആ കാലത്തിനൊത്ത കോലം കിട്ടിയാണ് സർക്കാരും തീരുമാനങ്ങൾ എടുത്തത്. വലിയ എസ്സേ ക്വസ്റ്റ്യൻസ് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ MCQ കൂടുതലാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ഉള്ള സമയമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ 40 മിനിറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ പീരീഡ് 40 മിനിറ്റ് ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ഒരു കുട്ടി 5 തൊട്ട് 5:40 വരെ പഠിത്തം, ഏത് വിഷയം എന്ന് തീരുമാനിക്കണം. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഈ ബ്രേക്ക് സമയത്ത് നിങ്ങൾ ഒന്ന് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് നടക്കുക. ഒരു 5-6 പ്രാവശ്യം നല്ലവണ്ണം കുനിയുകയും നൂരുകയും ചെയ്യുക. ഇങ്ങനെ കൈ തലയോട് ചേർത്ത് വെച്ചുകൊണ്ട് കൈയും തലയും ഒപ്പം ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് മുട്ടുമടക്കാതെ കാലിൻ്റെ തള്ളവിരലിൽ ഈ കൈകൾ മുട്ടുന്ന രീതിയിലൊരു 10 പ്രാവശ്യമെങ്കിലും കുനിയുകയും നൂരുകയും ചെയ്യുക. ഇങ്ങനെ ബോഡിയൊക്കെ ഒന്ന് നിങ്ങൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വീണ്ടും ഫുൾ നോർമലാവും. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മുറിക്ക് വെളിയിലിറങ്ങി നല്ല പച്ചപ്പിലോട്ടൊരു 1/2 മിനിറ്റെങ്കിലും നോക്കി കണ്ണുകളൊന്ന് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ദിശകളിലൊന്ന് കറക്കുക. ഒരു 1/2 ഗ്ലാസ്സെങ്കിലും വെള്ളം കഴിക്കുക. പറഞ്ഞ് ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക എന്നല്ല, വെള്ളം കഴിക്കുക. ചൂട് ചായയോ കാപ്പിയോ കുടിക്കുന്നത് പോലെ വേണം വെള്ളം കഴിക്കാനും. മടപടാന്ന് കുടിക്കാനുള്ള സാധനമല്ല വെള്ളം. 5 മിനിറ്റ് കഴിയുമ്പോൾ അത് 5:45 വീണ്ടും വന്നിരുന്ന് പഠിക്കാൻ ആരംഭിക്കുക. 5:45 തൊട്ട് ഒരു 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6:25 വരെ ഒരു വിഷയം, വീണ്ടും 5 മിനിറ്റ് ബ്രേക്ക്. ഇങ്ങനെ ഓരോ 5 മിനിറ്റും ബ്രേക്കിട്ട് വേണം ടൈം ടേബിൾ തയ്യാറാക്കാൻ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് സമയം, പിന്നെ വർക്കിംഗ് ഡേ ആണെങ്കിൽ സ്കൂളിൽ പോകാനുള്ള സമയം, ട്യൂഷനൊക്കെ പോകുന്നവരാണെങ്കിൽ അതിനുള്ള സമയമൊക്കെ ടൈം ടേബിൾ ഉൾപ്പെടുത്തണം. പിന്നെ എക്സ്ട്രാ റീഡിങ് നടത്തുന്നവർ ആ എക്സ്ട്രാ റീഡിങ്ങിനുള്ള സമയം ഇതൊക്കെ ഉൾപ്പെടുത്തി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവ മാറ്റിവെച്ചുകൊണ്ട്, പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കൂ. ആ ടൈം ടേബിൾ കൃത്യമായി പാലിക്കുകയും വേണം. ഈ ടൈം ടേബിൾ നിങ്ങളുടെ അമ്മയെ അച്ഛനെ അറിയിക്കണം. നിങ്ങൾ ആ ടൈം ടേബിൾ പാലിക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടണം.
ഒരുപക്ഷെ ടൈം ടേബിൾ ഞാൻ എഴുതിയാൽ എനിക്ക് ചില പലസ തോന്നി ഞാനത് പാലിച്ചില്ല എന്ന് വരും. അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് പാലിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ എഴുതിയ ടൈം ടേബിൾ അമ്മയ്ക്ക് കൊടുക്കണം. ആ ഒരു കെയറോടെ കിട്ടുമ്പോൾ അത് ശരിയാവും. പിന്നെ വിഷയം തീരുമാനിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ പാഠപുസ്തകമൊക്കെ മിക്കവാറും പഠിച്ചു കഴിഞ്ഞ് കാണണം. എന്നാലും ഒരു കാര്യം ചെയ്യുക, പാഠപുസ്തകത്തിലെ ഓരോ പെൻസിലും എടുത്ത് പാഠപുസ്തകവും എടുത്ത് ഓരോ പേജ് മറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഭാഗം ഒന്ന് ഒരു എക്സ് അടയാളത്തിൽ അടയാളം ഇട്ട് വയ്ക്കുക. അങ്ങനെ ഓരോ പേജ് മറിച്ച് നോക്കുക. നിങ്ങൾ പഠിക്കാത്ത ഭാഗം എക്സ് എന്ന ഒരു ഇൻറ്റു മാർക്ക്, ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഓരോ വിഷയത്തിലും ചെയ്യുക. ഏത് പാഠപുസ്തകത്തിലാണോ കൂടുതൽ എക്സ് മാർക്ക് വീണത് ആ വിഷയത്തിന് കൂടുതൽ സമയം നൽകിക്കൊണ്ടും, ഏത് വിഷയത്തിന് ഏറ്റവും കുറച്ച് ക്രോസ് മാർക്ക് കിട്ടിയോ അതിന് കുറച്ച് സമയം നൽകിക്കൊണ്ടും ടൈം ടേബിൾ തയ്യാറാക്കണം. അപ്പോൾ ഏത് വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് നിങ്ങൾ വ്യക്തി ടു വ്യക്തി മാറി മാറി വരും. കാരണം നിങ്ങൾ ഏത് വിഷയമാണോ ഉഴപ്പിയത്, ഏതാണ് നന്നായിട്ട് പഠിച്ചത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇനി ഫുൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം റിവൈസ് ചെയ്തോളൂ. ഇങ്ങനെ വേണം ടൈം ടേബിൾ ഉണ്ടാക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഈ ക്രോസ് മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഓരോ ഭാഗങ്ങളും റിവിഷൻ ചെയ്യാൻ ടൈം ടേബിളിൽ ആ എക്സ് മാർക്ക് ഇട്ട ഭാഗം എല്ലാം പഠിച്ചു തീരുമ്പോൾ ഒരു പുതിയ ടൈം ടേബിൾ തയ്യാറാക്കണം. ആ എക്സ് മാർക്ക് ഇട്ട ഭാഗങ്ങൾ തീരുന്നത് വരെ മതി ഈ ടൈം ടേബിൾ. അത് തീർന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ടൈം ടേബിൾ തയ്യാറാക്കണം. അതിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നൽകിക്കൊണ്ട്, എളുപ്പമുള്ള വിഷയങ്ങൾക്ക് കുറച്ച് സമയം നൽകിക്കൊണ്ട് ഒരു പുതിയ ടൈം ടേബിൾ തയ്യാറാക്കുക. അത് കൃത്യമായി പാലിക്കുക. ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോഴെല്ലാം ഏത് സ്കൂളിൽ ചോദിച്ചാലും ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കണക്കെന്നാണ്. അതിന് ഒരു പ്രധാന കാരണം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സയൻസിലും സാമൂഹ്യ പാഠത്തിലും ഒക്കെ ഉള്ളതുപോലെ കുറേയധികം പ്രിൻ്റഡ് പാരഗ്രാഫുകൾ കണക്ക് ടെക്സ്റ്റിലുണ്ട്. ഇത് 95% കുട്ടികളും വായിക്കാറില്ല. അതുകൂടി നിങ്ങൾ വായിച്ചാൽ മറ്റു വിഷയങ്ങളെപ്പോലെ ലളിതമാവും കണക്കും. ആ പ്രിൻ്റഡ് പാരഗ്രാഫുകൾ വായിക്കാത്ത കുട്ടിക്ക് സ്കൂളിൽ ചെയ്തിട്ടില്ലാത്ത, അല്ലെ ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾ സ്വയം ചെയ്ത് പഠിച്ചിട്ടില്ലാത്ത കണക്ക് വന്നാൽ ചെയ്യാൻ കഴിയില്ല. പാഠപുസ്തകത്തിലെ എല്ലാ പാരഗ്രാഫും വായിച്ച കുട്ടിക്ക് ഏത് കണക്ക് വന്നാലും ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ കണക്കിനുൾപ്പെടെ എല്ലാ പാരഗ്രാഫും വായിക്കാൻ സമയം കണ്ടെത്തിക്കൊണ്ട് ഒരു ടൈം ടേബിൾ രണ്ടാമത് തയ്യാറാക്കണം. ഈ തയ്യാറാക്കിയിട്ട് അത് കൃത്യമായിട്ട് പാലിക്കാൻ തയ്യാറാവൂ. കണക്ക് പാരഗ്രാഫുകൾ വായിച്ചിട്ട് ടെക്സ്റ്റിലെ ചോദ്യങ്ങളെല്ലാം സ്വയം ചെയ്ത് പഠിക്കണം. ഇന്ന് ജില്ലാ പഞ്ചായത്തും അതുപോലെ മറ്റു പല ഏജൻസികളും തയ്യാറാക്കി നൽകുന്ന ധാരാളം വർക്ക്ഷീറ്റുകൾ ഇൻ്റർനെറ്റിൽ സുലഭമാണ്. അതിൽ നിന്ന് കണക്ക് ചോദ്യങ്ങളൊക്കെ എടുത്ത് ആ കണക്കുകളും ചെയ്ത് പഠിക്കും. ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ മാത്രം ചെയ്ത് തൃപ്തി വരരുത്. കാരണം ചോദ്യകർത്താവ് എവിടെ നിന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ കിട്ടാവുന്നിടത്തോളം ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ ഏത് കണക്കും ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് വരും. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഒന്ന് പ്രാണായാമം ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്നത് വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മേശപ്പുറത്ത് വേണമെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള വിരിപ്പ് വിരിച്ചേക്കുക. കാരണം പച്ച കളർ കോൺസെൻട്രേഷൻ കൂട്ടുന്ന കളറാണ്. പഠിക്കാനിരിക്കുമ്പോൾ വിഷയത്തിൻ്റെ പേര് നിങ്ങൾ 8 പ്രാവശ്യം പറഞ്ഞിട്ട് പഠിക്കുക. അത് 40 മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത 40 മിനിറ്റ് സെയിം വിഷയമായാലും വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറഞ്ഞിട്ട് പഠിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളുടെ നോളജ് ഫയലുകളെല്ലാം ഒരേ സ്ഥലത്ത് അടുക്കപ്പെടും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോൾ ഏത് ഭാഗത്താണ് ബ്രെയിനിനെ സെർച്ച് ചെയ്ത് ഉത്തരം പുറത്തെടുക്കേണ്ടതെന്നുള്ള എളുപ്പമാവും. നിങ്ങൾക്ക് ഉത്തരം പുറത്ത് വരും. അവിടെയാണ് പ്രശ്നം. പലരും പറയാറുണ്ട് ഞാൻ പഠിച്ചതാണ് പക്ഷേ മറന്നുപോയി. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഓർമ്മ വന്നു. അതിൻ്റെ കാരണം ഇതാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ അറിവുകളെല്ലാം ഓരോ ഫയലായിട്ട് ബ്രെയിനിൽ മെമ്മറിയിൽ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം 1000 ഫയലെങ്കിലും നിങ്ങളുടെ മെമ്മറിയിൽ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പോകുന്ന ഫയലുകൾ, പത്രം വായിക്കുമ്പോൾ, TV കാണുമ്പോൾ, കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ, കളിക്കുമ്പോഴൊക്കെ ഓരോരോ
1 2 മിനിറ്റിലൊരിക്കൽ ഓരോ ഫയലുകൾ ബ്രെയിനിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം ഒരു 3,65,000 മുതൽ 4 ലക്ഷം ഫയൽ വരെ നിങ്ങളുടെ മെമ്മറിക്കകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 15 വയസ്സുള്ള കുട്ടി SLC പരീക്ഷ തന്നിരിക്കുമ്പോൾ 60 ലക്ഷം ഫയൽ ബ്രെയിനിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ചോദ്യം വരുന്നു, സ്റ്റേറ്റ് ദ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഇത് നിങ്ങളുടെ ബ്രെയിനകത്തുണ്ട് ആക്ച്വലി, കാരണം നിങ്ങൾ പഠിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ മെമ്മറിക്കകത്ത് മനസ്സ് ചെന്ന് ഈ 60 ലക്ഷം ഫയല് സെർച്ച് ചെയ്ത് ആ ഉത്തരം പുറത്തു കൊണ്ടുവരാൻ സമയമെടുക്കും. അത് ചിലപ്പോൾ ഒരുപാട്, കാരണം 60 ലക്ഷം ഫയൽ അവിടെ കിടക്കുക. അതിൽ നിന്നൊരു ഫയലാണ് ഈ ജൂൾസ് ലോ, അത് പുറത്തെടുത്ത് കൊണ്ടുവരണം. അല്ല നിങ്ങൾ മറക്കുന്നതല്ല, പഠിച്ച സാധനം മറക്കില്ല, പക്ഷെ അതിനെ പുറത്തെടുക്കാൻ സമയം വേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഓരോ വിഷയത്തിൻ്റെയും പേര് 8 പ്രാവശ്യം പറഞ്ഞ് പഠിക്കുന്ന കുട്ടിക്ക് ഒരേ വിഷയത്തിൻ്റെ ഫയലുകളെല്ലാം ഒരേ സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇന്ന് ഫിസിക്സാണ് പരീക്ഷയെങ്കിൽ പരീക്ഷ ഹാളിലിരുന്ന് മനസ്സിൽ ഫിസിക്സ് എന്ന് 8 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഫിസിക്സ് ഫയലുകൾ കിടക്കുന്ന ഭാഗം മാത്രം സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് 60 ലക്ഷം പോയിട്ട് 1 ലക്ഷം ഫയൽ പോലും കാണില്ല, ഒരു 2000 3000 ഫയലേ കാണുള്ളൂ. അപ്പോൾ ഈ 60 ലക്ഷം ഫയൽ സെർച്ച് ചെയ്യുന്ന ജോലിയിൽ നിന്ന് മനസ്സ് രക്ഷപ്പെട്ട് 2000-ന് താഴെ ഒതുങ്ങുമ്പോൾ പെട്ടെന്ന് ഉത്തരം പുറത്തെടുക്കാൻ നിങ്ങൾ നന്നായിട്ട് എഴുതും. അതൊന്ന് പാലിക്കുക. പിന്നെ എപ്രകാരം പരീക്ഷ എഴുതണം? നിങ്ങൾക്കിപ്പോൾ കൂൾ ഓഫ് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിലേതാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത്, ഒട്ടും അറിഞ്ഞുകൂടാത്തത് എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഇല്ലായിരുന്നു. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഒരു കാര്യം ചെയ്യൂ കുഞ്ഞുങ്ങളെ, ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള ഉത്തരം ആദ്യം എഴുതും. ആ പേപ്പറിന്റെ അതേ ക്രമത്തിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ ഒരു നിയമവും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും അറിയാമെന്നുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്തരം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവ ആദ്യം എഴുതുക. എന്നിട്ട് നന്നായിട്ട് അറിഞ്ഞുകൂടാത്തവയും വളരെ കുറച്ച് മാത്രം അറിയാമെന്നുള്ളവയും എഴുതിയിട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു ഉത്തരം അവസാനം വേണ്ടിവരും. കാരണം നിങ്ങളും ഓർക്കുക, പേപ്പർ നോക്കുന്ന അധ്യാപകർ അവർ മനുഷ്യരാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും അന്ന് അവർ പേപ്പർ നോക്കാൻ വരുന്നത്. അന്നത്തെ പേപ്പർ കയ്യിലെടുക്കുമ്പോൾ ആദ്യമേ വികലമായ ഒരു ഉത്തരം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊന്നും പഠിക്കാത്ത കുട്ടിയാണെന്നുള്ളൊരു ധാരണ മനസ്സിൽ വന്നു പോയാൽ ആ ധാരണയിലാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ ശരിയായ ഉത്തരങ്ങളെ ബാധിക്കും. നേരെ മറിച്ച് നല്ല അറിയാമെന്നുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ ആദ്യം എഴുതിയതെങ്കിൽ ഇത് പഠിക്കുന്ന കുട്ടി തന്നെയാണ് എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും ബാക്കി വാല്യൂ ചെയ്യുക. അങ്ങനെ ഒരു 5% മാർക്കെങ്കിലും ആ രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് മാറി. അതുകൊണ്ട് നന്നായിട്ട് അറിയാമെന്നുള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതണം, ബാക്കിയുള്ളവ പിന്നെ എഴുതാം. ഇനി ഒരു 5 ചോദ്യങ്ങൾ തന്നിട്ട് അതിലേതെങ്കിലും 4 ഉത്തരം എഴുതാൻ പറയുന്നു. നിങ്ങൾക്ക് 3 അറിയാവുള്ളൂ എങ്കിൽ ആ 3 എഴുതുക. 5 ചോദ്യത്തിൽ 3 എഴുതി കഴിഞ്ഞാൽ 2 മിച്ചമുണ്ട്. അതിലേതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും ഉത്തരം നിങ്ങൾ അവിടെ എഴുതണം. അത് ഞാൻ പറയാൻ കാര്യം, ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്ത കുട്ടിക്ക് ഫ്രീ മാർക്ക് കിട്ടും, അറ്റംപ്റ്റ് ചെയ്യാത്ത കുട്ടിക്ക് ആ ഫ്രീ മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും ആ ചോദ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. അപ്പൊ ചോദ്യം തെറ്റിപ്പോയെങ്കിൽ അതിന്റെ മാർക്ക് ഫ്രീ കൊടുക്കുമ്പോൾ നിങ്ങളും അതിന്റെ ഗുണഭോക്താക്കളാവും. ഇനി ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ടൈം ടേബിൾ ഇട്ട് അത് പാലിച്ച് പഠിച്ച കുട്ടിക്ക് പരീക്ഷയ്ക്ക് അറിഞ്ഞുകൂടാ എന്നൊരു വാക്ക് മനസ്സിലുണ്ടാവില്ല. നന്നായിട്ട് എഴുതാൻ കഴിയും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങുകയും കൂടി വേണം. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പോകുന്നത് ഷോർട്ട് മെമ്മറിയിലാണ്, ഉറങ്ങുന്ന സമയത്താണ് ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഷോർട്ട് മെമ്മറി കയറിയ ഒന്നും ലോങ് മെമ്മറി കയറില്ല, അത് ഇത്രയും വേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികളും തെറ്റായി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു. ഒരു കാരണവശാലും പരീക്ഷയുടെ തലേ ദിവസം ഉറക്കമിളഞ്ഞിരുന്ന് പഠിക്കരുത്. അങ്ങനെ നിങ്ങൾ ഉറക്കമിളഞ്ഞിരുന്ന് പഠിച്ചാൽ പരീക്ഷാ സമയങ്ങളിൽ നിങ്ങളുടെ മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പഠിച്ച പല കാര്യങ്ങളും ഓർമ്മ വരില്ല. ഒരു വർഷം പഠിച്ചത് അത്രയും വൃഥ ആകും, നിങ്ങളുടെ മാർക്ക് കുറയും. പരീക്ഷയുടെ തലേദിവസം 7.5 മണിക്കൂർ എന്നുള്ളതിന് വരെ ഒരു 9 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കും. നാളെ പരീക്ഷയാണെങ്കിൽ ഇന്ന് രാത്രി, ഞാൻ സാധാരണ പഠിക്കുന്ന ദിവസങ്ങളിൽ ഒരു 7.5 മണിക്കൂർ ഉറങ്ങിയാൽ മതിയെങ്കിൽ പരീക്ഷയുടെ തലേദിവസം ഒരു 9 മണിക്കൂർ ഉറങ്ങും കുട്ടികളെ. നിങ്ങൾക്ക് എല്ലാ സമയത്തും ഓർമ്മ വരും. നിങ്ങൾക്ക് അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ രക്ഷകർത്താക്കളെ കൈവിടില്ല. നിങ്ങളുടെ അധ്യാപകരുടെ അനുഗ്രഹം
അത് നിങ്ങളെ കൈവിടില്ല, ദൈവം നിങ്ങളെ കൈവിടില്ല, നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും. അതുകൊണ്ട് ഉറക്കമിളച്ചിരുന്ന് പഠിക്കരുതേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. പരീക്ഷയുടെ തലേദിവസം നന്നായിട്ട് ഉറങ്ങൂ. പരീക്ഷയുടെ അന്ന് രാവിലെ പോകുമ്പോൾ ഒക്കുമെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും കാലൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് വണങ്ങിയിട്ട് പോകൂ. അപ്പോൾ അവർ മനസ്സറിഞ്ഞ് ഉള്ളുരുകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് പരീക്ഷയിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ പഠിക്കാത്ത ഉത്തരം നിങ്ങൾക്ക് തോന്നിയെന്ന് വരും. സ്കൂളിൽ പോകുമ്പോൾ സ്വന്തം സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ അവരെ ഒന്ന് കാലൊക്കെ തൊട്ട് തൊഴുത് വണങ്ങിയിട്ട് പരീക്ഷ ഹാളിൽ കയറും. അതൊക്കെ നല്ല പെരുമാറ്റങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ, നല്ലതേ പറയാവൂ, എങ്കിൽ നല്ലത് വരും. ആ രീതിയിലൊക്കെ ചിന്തിക്കൂ. അപ്പോൾ നന്നായിട്ട് റിവൈസ് ചെയ്യൂ. പിന്നെ ഇപ്പം ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓരോ വിഷയത്തിനെയും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. അല്ലെങ്കിൽ പല ഏജൻസികളും ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരു ബുക്കായി വിൽക്കുന്നുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അത്തരം ബുക്കുകളൊക്കെ വാങ്ങിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് പല കുട്ടികളും പറയുന്ന ഒരു തെറ്റായ മറുപടിയുണ്ട്, എനിക്ക് സമയം തികഞ്ഞില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചല്ലേ എല്ലാ ഉത്തരവും എഴുതിയ കുട്ടി എഴുതിയത്? ആ കുട്ടിക്ക് എത്താൻ 2.5 മണിക്കൂറിന് ഒരു 5 മണിക്കൂർ പരീക്ഷ ഹാളിൽ അധ്യാപകൻ കൊടുത്തോ? നിങ്ങളുടെ 2.5 മണിക്കൂർ എന്നുള്ള 1.5 മണിക്കൂറായിട്ട് കട്ട് ചെയ്തോ? ഇല്ലല്ലോ. 100-ൽ 100 മാർക്ക് വാങ്ങിച്ച കുട്ടിയും 100-ൽ 10 മാർക്ക് വാങ്ങിച്ച കുട്ടിക്കും കിട്ടിയത് 2.5 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ വേഗത്തിൽ ഉത്തരം എഴുതാനുള്ള ശീലമുണ്ടാകണമെങ്കിൽ മുൻ പരീക്ഷകളിൽ ഒരു 8 ചോദ്യപേപ്പറെങ്കിലും കണക്കിൻ്റെ എടുത്ത് വെച്ചുകൊണ്ട് 2.5 മണിക്കൂറിൻ്റെ ചോദ്യപേപ്പറാണ്. നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ ഇടയ്ക്കഴിച്ച് പോകാതെ ചെയ്ത് തീർക്കണം. നിങ്ങൾ ചെയ്ത് നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 3-3.5 മണിക്കൂർ എടുക്കും. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടി തുടങ്ങും. ഒരു 8 ചോദ്യ പേപ്പർ കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്പീഡാവും. 10ാം ചോദ്യ പേപ്പർ എത്തുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ 2 മണിക്കൂർ തീർക്കും. പിന്നെ പബ്ലിക് പരീക്ഷയും 2.5 മണിക്കൂറിൻ്റെ പരീക്ഷ നിങ്ങൾ 2 മണിക്കൂർ തീർക്കും. സമയം കിട്ടിയില്ലെന്നുള്ള പരാതി നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇതൊക്കെ കാരണം പരീക്ഷയ്ക്ക് എഴുതുക, പഠിക്കുക, ഇതൊക്കെ ഒരു സ്കില്ലാണ്. സ്കില്ലെന്ന് പറയുന്നത് an ability we get by repeated practice. നമ്മൾ ആവർത്തിച്ചുള്ള പ്രവർത്തനം വഴി കിട്ടേണ്ട ഒന്നാണ് സ്കില്ല്. ആ സ്കില്ലാണ് പരീക്ഷയ്ക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ധാരാളം പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സംഘടിച്ച് അവയൊക്കെ എല്ലാ വിഷയത്തിനും ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷ നിങ്ങളൊരു 50 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കും. അങ്ങനെ എഴുതി തീർക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ 50 മിനിറ്റ് കൊണ്ട് തീർത്ത കുട്ടി എന്ത് കിട്ടും? ഒരു അരമണിക്കൂറിൽ മിച്ചം വരും. അപ്പോൾ എഴുതിയ ഉത്തരങ്ങളെല്ലാം ഒന്നേന്ന് വായിച്ച് നോക്കാൻ സമയം കിട്ടും. അങ്ങനെ ഒന്നേന്ന് നിങ്ങളെല്ലാം വായിക്കുമ്പോൾ ഉറപ്പ് പറയാൻ കുഞ്ഞുങ്ങളെ, ഒരിടത്തെങ്കിലും നിങ്ങൾ തെറ്റ് തിരുത്തി ഒരു ശരി ഉണ്ടാക്കും. ഉദാഹരണത്തിന് സുതാര്യം എഴുതേണ്ടത് ചിലപ്പോൾ നിങ്ങൾ അതാര്യം എന്നായിരിക്കും പരീക്ഷാതൃതിയിൽ എഴുതിപ്പോയത്. രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾ ആ അതാര്യം വെട്ടി സുതാര്യമാക്കും, മാർക്ക് നഷ്ടപ്പെടാതിരിക്കും. അങ്ങനെ എഴുതിയ ഉത്തരങ്ങളെല്ലാം രണ്ടാമത് വായിക്കേണ്ടതുണ്ട്, അതിന് വേഗം എഴുതി തീരേണ്ടതുണ്ട്. അതിനൊരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് പറ്റും. അതുകൊണ്ടൊരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പ്രാക്ടീസ് ചെയ്യൂ. എങ്കിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ രണ്ടാമത് വായിക്കാനും തെറ്റുകൾ തിരുത്തി മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനും കഴിയും. അതുപോലെ നിങ്ങൾ പല കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു വരി എഴുതിയപ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളതിനെ വെട്ടാറുണ്ട്. പക്ഷെ പല കുട്ടികളും ചെയ്യുന്ന അതിനെ കാലിൻ്റെ മുകളിൽ കൂടെ വീണ്ടും 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 വരച്ച് ആർക്കും വായിക്കാനൊക്കാത്ത രീതിയിൽ കടും വെട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കാം, ഇത് പേപ്പർ നോക്കുന്ന ആൾ നിങ്ങൾ എഴുതിയ തെറ്റ് തിരിച്ചറിയരുത് എന്ന ഉദ്ദേശത്തിലായിരിക്കും ഈ കടും വെട്ടുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പേപ്പർ നോക്കുക എന്ന് പറഞ്ഞാൽ 10-600 പേപ്പറുകൾ ഒരേ ഉത്തരം വീണ്ടും വീണ്ടും വായിക്കുന്ന ജോലിയാണ്. അപ്പോൾ അവിടെ വെട്ടിക്കളഞ്ഞ വരിയൊന്നും അധ്യാപകരാരും വായിച്ചു നോക്കി മെനക്കെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു വര വരച്ചാൽ മതി. കടുംവെട്ട് വെട്ടിയാലുള്ള പ്രശ്നം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ഒരു പേപ്പറിൽ ഒരു വരി എടുത്ത് നല്ല കടുംവെട്ട് വെട്ടി നോക്കൂ. അതിൻ്റെ അപ്പുറത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ വായിക്കാൻ പറ്റില്ല. അപ്പുറത്തെ വശത്തെ ഒരു വരി നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കടുംവെട്ട് വെട്ടരുത്. ഒറ്റ വര അങ്ങ് വരച്ചാൽ മതി. അത് അധ്യാപകർ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ വായിച്ച് മെനക്കെടാനോ
ഇനി വായിച്ചാൽ തെറ്റ് മനസ്സിലാക്കിയാൽ അത് അടുത്ത മാർക്ക് കുറയ്ക്കാനോ പോകുന്നില്ല. പിന്നെ എന്തിനായി കടുമിട്ട് വെട്ടുന്നത്? അതുപോലെ റാങ്ക് ഉണ്ടായിരുന്ന കാലത്ത് 7ാം റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞ ഒരു അനുഭവമാണ്. കണക്ക് പരീക്ഷയുടെ 4 മാർക്കിനുള്ള ഒരു കണക്ക് ചെയ്ത് തെറ്റാണെന്ന് കുട്ടിക്ക് തോന്നി. കുട്ടി അത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഒന്നേന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ആ വെട്ടിക്കളഞ്ഞ ഉത്തരമായിരുന്നു ശരി, രണ്ടാമത് ചെയ്ത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഇത് വെട്ടിയിട്ട് 3ാമത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബെല്ലടിച്ചു, പേപ്പർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. 4 മാർക്ക് പോയി കുട്ടിക്ക്. ആ 4 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ 3rd റാങ്കായി മാറിയാലും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അതുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ഉത്തരം തെറ്റാണെന്ന് തോന്നിയാൽ ഒന്നേന്ന് എഴുതും, നല്ലത് തന്നെ. പക്ഷെ ഒന്നേന്ന് എഴുതിയിട്ട് ആ പഴയ ഉത്തരവും പുതിയ ഉത്തരവും താരതമ്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് വെട്ടാവും. ആ തെറ്റിയും തോന്നുന്നത് വെട്ടിയിട്ടല്ല പുതിയത് എഴുതേണ്ടത്. പുതിയത് എഴുതി കഴിഞ്ഞിട്ട് രണ്ടും താരതമ്യം ചെയ്തിട്ട് ബെറ്റർ ആൻസർ നിലനിർത്തിയിട്ട് മറ്റേത് വെട്ടിക്കളഞ്ഞോളൂ. അതും വെട്ടിക്കളയാനായിട്ട് ഒരു എക്സ് രൂപത്തിൽ 2 വര മാത്രം വരച്ചാൽ മതി. ഓരോ വരിയും വെട്ടാനൊന്നും സമയം കളയണ്ട. ജസ്റ്റ് എക്സ് എന്ന ആകൃതിയിൽ 2 വെട്ട് വെട്ടിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷാ പേപ്പറിൻ്റെ ഓരോ അഡീഷണൽ ഷീറ്റിലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അഡീഷണൽ ഷീറ്റ് നിങ്ങളുടെ മെയിൻ പേപ്പറിൽ നിന്ന് വിട്ടുപോയി മാറിപ്പോയാൽ അത് ആരുടെ പേപ്പറാണെന്ന് പരീക്ഷ നടത്തിക്കുന്ന ഏജൻസികൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ഷീറ്റിലും നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ഓരോ പേജിലും മാർജിനൊക്കെ വരച്ചിട്ട് എഴുതുമ്പോൾ ആൻസറിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഓരോ ഉത്തരം കഴിഞ്ഞ് സ്കെയിലും പെൻസിലും വെച്ചൊരു ഡബിൾ ലൈനൊക്കെ വരച്ച് പേപ്പറിനെ ഒന്ന് മനോഹരമാക്കും. പേപ്പർ കാണുന്നേക്ക ഇതൊരു വളരെ നല്ല പേപ്പർ എന്ന് തോന്നണം. അതുപോലെ കണക്ക് ചെയ്യുന്നവർ പേപ്പറിനെ ആദ്യം 1-2 മടക്കുക, ലോഞ്ച് ഷീറ്റുകളായിട്ട് ഒന്ന് മടക്കുക. എന്നിട്ട് കണക്ക് ചെയ്യുമ്പോൾ ഈക്വട്ടും എല്ലാം ആ മടക്കിൽ വരത്തക്കവണ്ണം ഈക്വട്ട് സൈനിട്ട് ചിട്ടയായി കണക്ക് ചെയ്യുക. അപ്പോൾ കാണുമ്പോൾ ഒരു മനോഹാരിത വരും. അങ്ങനെ മനോഹരമായിട്ട് എഴുതിയ പേപ്പർ ടീച്ചേഴ്സിന് പെട്ടെന്ന് വാല്യൂ ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കൊരു മനസ്സന്തോഷം കിട്ടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ 1/2 മാർക്കിൻ്റെ തെറ്റ് അവർ നെഗ്ലക്റ്റ് ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് എഴുത്ത് നന്നായിട്ട് എഴുതണം. പല കുട്ടികളും വികലമായ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്നുണ്ട്. ഒരു കാര്യം ഓർക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആബ്സെൻസിൽ മറ്റൊരാൾ ദൂരെ ഇരുന്ന് വായിക്കേണ്ട മാറ്ററാണിത്. നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പിന്നെ പേപ്പർ തരുമ്പോൾ ടീച്ചറിന് പോയി ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ച് മാർക്ക് വാങ്ങാം. പക്ഷെ പബ്ലിക് പരീക്ഷയിൽ പേപ്പർ നോക്കിയ ആളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ഇങ്ങനെ വാദിക്കാൻ അവസരമില്ല. ഓർക്കൂ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ ആബ്സെൻസിൽ ദൂരെ എവിടെയിരുന്ന് മറ്റൊരാൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അയാൾക്ക് വായിക്കാൻ കഴിയണം എന്ന ചിന്തയോടെ വ്യക്തമായിട്ട് വടിയോടെ എഴുതും, നന്നായിട്ട് എഴുതും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൂ. എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഉജ്ജ്വല വിജയമാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.